ഹണി റോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫേസ്ലെസ് ആണ്. പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തെ വയനാട്ടിലെ എസ്റ്റേറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഹണി റോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പ്രതികരണം എന്താണ്? ആണ് മനസ്സിന് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നത്. അവര് ആദ്യമേ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് ഇടുകയായിരുന്നു, വാണിംഗ് പോലെ. അതൊരു മുന്നറിയിപ്പ് മാത്രമായിട്ട്, അതായത് ബോച്ചയ്ക്കുള്ള മുന്നറിയിപ്പ് മാത്രമായിട്ടാണ് നമുക്കെല്ലാവർക്കും തോന്നിയത്. ബോച്ചയ്ക്കെതിരെ അവർ സംസാരിച്ചില്ലല്ലോ എന്ന് മുറുമുറുപ്പോട്ടായി. പക്ഷേ ഹണി റോസിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. 27 പേരിൽ ഷാജി എന്ന് പറയുന്ന 60-കാരനെ കെട്ടിയതും ഹണി റോസ് അടുത്ത ചുവട് വെച്ചു. ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകി. അതിനുശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും സംസാരിച്ചു. ഉന്നത തലങ്ങളിലുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സിനോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ പോലീസിന് നടപടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. അങ്ങനെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കുടുങ്ങിയിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്നും ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. ഹണി റോസിന് ഇക്കാര്യത്തില് ഫുൾ പബ്ലിക് സപ്പോർട്ടാണ്. ഹ്യൂജ് സപ്പോർട്ടാണ് എനിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത്. എന്റെ ഇൻഡസ്ട്രിയിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നൊക്കെ ആയാലും ഒത്തിരി ആളുകൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്റെ അടുത്ത് പറയുന്നു ഇതെല്ലാവർക്കും വേണ്ടിയാണ് ചെയ്യുന്നെന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. തനിക്ക് മാത്രമല്ല ഇത് ഉപകാരപ്പെടുക എന്നുള്ള ബോധവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവര് ആ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാതിരുന്നത് കൊണ്ട് തന്നെ കേരള സമൂഹം ഇപ്പോൾ അവരുടെ കൂടെയാണ്. ഒരു കാര്യം കൂടി ഹണി റോസ്, അതായത് ഈ പരാതിയിൽ നിന്ന് പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടൊക്കെ നേരിട്ട് ബോബി ചെമ്മണ്ണൂർ വിളിച്ചോ? അദ്ദേഹം ഞങ്ങളുടെ മാധ്യമത്തിലൂടെ അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ. അദ്ദേഹത്തിന് മാപ്പ് പറയണമായിരുന്നെങ്കിൽ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മോശം കമന്റ്സുകൾ വന്നപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ചത് കാര്യമാണ് അദ്ദേഹത്തോട്. ഇപ്പോ സിനിമ ഇൻഡസ്ട്രിന്ന് ഫുള്ള് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഹണി റോസിന്. അമ്മയുടെ ഭാരവാഹിത്യ ചുമതലയൊക്കെ മാറിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഹണി റോസ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ ആവാം ഹണി റോസിന് പിന്തുണ അമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ WCCയും ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് ഞാൻ പോലും റിയലൈസ് ചെയ്യുന്നത്. ഇത്രയും ആളുകൾ അതിനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഒരു പിന്തുണ WCCയുടെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും നല്ല രീതിയിൽ ഉപകരിച്ചതായിട്ട് അറിയില്ല. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയും ഒരു പിന്തുണ കിട്ടിയിരിക്കുന്നു. അതായത് ഫിലിം ഇൻഡസ്ട്രി മുഴുവനും ഹണി റോസിന്റെ കൂടെ നിൽപ്പുണ്ട്. കേരള പൊതുജന സമൂഹവും ഹണി റോസിന്റെ കൂടെ ഉണ്ട്. മീഡിയയും പോലീസും ഹണി റോസിന്റെ കൂടെ ഉണ്ട്. ഭരണകൂടം ഉൾപ്പെടെ ഹണി റോസിന്റെ കൂടാണ്. നല്ലൊരു കാര്യം. ഇങ്ങനെ ആയിരിക്കട്ടെ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി കേരള സമൂഹം നിൽക്കേണ്ടത്. അതൊരു ചാനലിൽ വന്ന് ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഉണ്ടായ ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് സന്തോഷത്തോടെ ഒരു ദിവസമെങ്കിലും ആഘോഷിക്കാൻ കിട്ടിയ അവസരമാണിത്. ഇത് കുറെ അധികം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെ ഞരമ്പന്മാർക്ക് ഒരു താക്കീത് നൽകുന്ന ഒരു മുന്നേറ്റമാണ്. ഇതിന് ചുക്കാൻ വഹിച്ച ഹണി റോസിന് നന്ദിയല്ലാതെ വേറൊന്നും പറയാനില്ല. ബൈ.